ഹലോ ഗൈസ്, അങ്ങനെ പാലക്കാട് ടു കത്ര ജേണി വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ ഫൈനലി കത്ര സ്റ്റേഷനിലെത്തി. സ്റ്റേഷൻ്റെ അകത്ത് തന്നെ അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ പോയി ഫുഡും കഴിച്ച് 2 ലെവൽ ഓഫ് സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് നമ്മൾ നേരെ വന്ദേ ഭാരതി കയറാൻ വേണ്ടി നിന്നു. ശരിക്കും ഈ വന്ദേ ഭാരതി പോവുകയാണെങ്കിൽ നമ്മൾ ഈ നവംബർ ഡിസംബർ സീസൺ ഉണ്ടല്ലോ, ആ ടൈമിൽ പോകണം. വിൻ്റർ സീസണിൽ മഞ്ഞ് പെയ്യുന്ന കാഴ്ചകളൊക്കെ ഡയറക്റ്റ് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമുക്കത് മിസ്സാണ്, ബട്ട് നോ പ്രോബ്ലം. ഈ വന്ദേ ഭാരത് റൂട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതാണ് അഞ്ചീകത് ബ്രിഡ്ജ്, ഇന്ത്യസ് ഫസ്റ്റ് കേബിൾ സൈഡ് റെയിൽവേ ബ്രിഡ്ജ്. ഇതിന് ശേഷം കിട്ടുന്ന നെക്സ്റ്റ് ബ്രിഡ്ജാണ് ചെനാബ് ബ്രിഡ്ജ്. ഈ ചെനാബ് ബ്രിഡ്ജിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് വേൾഡിലെ തന്നെ ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജാണ്. ഇതിന്റെ കറക്റ്റ് ഹൈറ്റ് ഒന്നും നമുക്കറിയില്ല, പക്ഷേ ഇത് ഈഫൽ ടവറിനേക്കാളും ഹൈറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് ചെനാബ് നദിയുടെ മേലെയുള്ള ബ്രിഡ്ജ് ആയതുകൊണ്ട് ഇതിന് ചെനാബ് ബ്രിഡ്ജ് എന്ന പേരും വന്നു. പിന്നെ ഇന്ത്യസ് ലോങ്സ്റ്റ് ടണലും ഈ ഒരു റൂട്ടിൽ തന്നെയാണ്. ടണലിന്റെ വീഡിയോ എടുത്തപ്പോൾ മൊത്തം ഇരുടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കശ്മീർ പോകാൻ ഉദ്ദേശിക്കുന്നവരാ നിങ്ങളെങ്കിൽ ഈ ഒരു വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് ചായയും സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ആയിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തത് ഈ ഒരു കച്ചൂരിയും ഈ ഒരു പറ്റീസ എന്ന് പറയുന്ന സാധനമാണ്. മധുരം കഴിക്കുന്നവർക്ക് ഇത് ഇഷ്ടമാവും. പിന്നെ ഡയറ്റ് മിക്സ്ചറും അതുപോലെ തന്നെ മസാല ചായ, പിന്നെ ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ. ഏകദേശം 2-2.5 മണിക്കൂർ കൊണ്ടാണ് ഈ വന്ദേ ഭാരത് ശ്രീനഗർ റീച്ച് ചെയ്യുന്നത്. ശ്രീനഗർ എത്താറാകുമ്പം തന്നെ കാശ്മീരിന്റെ പ്രകൃതി ഭംഗി നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് വി റീച്ച്ഡ് ഹിയർ കശ്മീർ. അവിടെ ഇറങ്ങിയത് മുതൽ കൂടുതലും കാണുന്നത് RPF അറിയും പട്ടാളക്കാരെയാണ്. ഏകദേശം 6-6:30 മണിയായപ്പോൾ നമ്മൾ അവിടെ റീച്ച് ചെയ്തു ശ്രീനഗറിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടി കുറച്ച് സമയമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ. എവിടെയാണ് എല്ലാരും ഉറക്കെ പറയൂ. കശ്മീർ എത്തിയതിന്റെ ആഹ്ലാദ പ്രകടനത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പരിപാടിയൊന്നുമില്ല, ഇനി നേരെ റൂമിലോട്ട് പോവുക. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ശ്രീനഗറിലാണ്. അപ്പോൾ ബൈ. യു ഡ്രൈവ് വിത്ത്